പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം ഒരു പുരോഹിതനെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ ശക്തി നമ്മുടെ കുടുംബങ്ങളുടെ മേൽ പ്രവഹിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിലുണ്ടായ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് എസ് ചെല്ലൻ. അതിശയകരമായൊരു വിടുതൽ ലഭിച്ച സംഭവമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഇടത്തെ കയ്യിൽ 1/1/2008 തെങ്ങിൻ്റെ ഒരു ഈർക്കിൽ കുത്തി. അന്ന് തന്നെ TTയും തുടർന്ന് 12 ദിവസം 12 ഇഞ്ചക്ഷനും എടുത്തു. മറ്റ് മരുന്നുകളും കയ്യിൽ വെച്ച് കെട്ടി. പക്ഷേ എൻ്റെ കൈ വിങ്ങലും വേദനയും കൂടിയതല്ലാതെ എൻ്റെ കൈക്ക് ഒരു ശമനവും കിട്ടിയില്ല. ഞാൻ വളരെ ദുഃഖത്തിലാണ്ടു. എല്ലാ ഞായറാഴ്ചയും 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. 23/3/2008 അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടപ്പോൾ
എൻ്റെ ഈ കയ്യിലെ വേദന സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1/1/2008 ജനുവരി മാസത്തിൽ ഈർക്കിൽ കുത്തി. മാർച്ച് മാസമായിട്ടും 23/3/2008 മാർച്ച് മാസം 23-ാം തീയതി ആയിട്ടും ആ ഈർക്കിൽ അവിടെ ഇരിക്കുകയും ആ കൈ കണ്ടമാനം ആപത്തിലാവുകയും വേദന കൊണ്ട് നിറയുകയും ചെയ്തു. ഇഞ്ചക്ഷനും മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും എല്ലാം ചെയ്തെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. വേദന കൊണ്ട് അയാൾ ദുഃഖത്തിലാണ്ടു. അപ്പോഴാണ് 23/3/2008 അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുകയും അതിൽ എൻ്റെ ഈ പ്രശ്നത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിശയം എന്ന് പറയട്ടെ, 25/3/2008 എന്ന് പറഞ്ഞാൽ 23-നാണ് പ്രാർത്ഥിച്ചത്, 24 കഴിഞ്ഞ് 25 2 ദിവസത്തിനുള്ളിൽ 1 ഇഞ്ച് നീളത്തിലുള്ള ഈർക്കിൽ തന്നെ പുറത്തു വരികയും അതേ തുടർന്ന് എൻ്റെ കൈവിരൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. എൻ്റെ യേശുവിന് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. അച്ഛൻ ഇതൊരു സാക്ഷ്യമായി സ്വീകരിക്കണമെന്നും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് എസ് ചെല്ലൻ, ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് നിന്ന് എസ് ചെല്ലൻ എന്ന ഈ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എസ് ചെല്ലൻ 1 ഇഞ്ചോളം നീളമുള്ള ഈർക്കിൽ 2-3 മാസം വിരലിനുള്ളിലിരുന്നു. 1/1/2008 ഈ ഈർക്കിനുള്ളിൽ പോയി. 23/3/2008 കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞു. 25-ാം തീയതി ആയപ്പോൾ ആ ഈർക്കിൽ വിരലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും അതേ തുടർന്ന് കൈവിരൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കോട്ടയത്ത് നിന്ന് ജോസഫ് തെക്കേമുറി എഴുതുന്നു. ഞങ്ങൾ കുടുംബസമേതം സിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ഷാലോം ചാനലിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി എൻ്റെ വലത് കരം മരവിച്ചിരിക്കുകയായിരുന്നു. പല ചികിത്സകളും ചെയ്തു, കുറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 27/1/2008 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ രോഗശാന്തി പ്രാർത്ഥന സമയത്ത് അച്ഛൻ കൈകൾ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്രകാരം ചെയ്തു. അന്ന് രാത്രി തന്നെ എൻ്റെ കൈ സൗഖ്യം പ്രാപിച്ചു. പിന്നെ ഇന്ന് വരെ എൻ്റെ കൈക്ക് കുഴപ്പമില്ല. 27/1/2008 സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ മെയ് മാസമായി. 5 മാസമായിട്ടും പിന്നെ കൈക്ക് യാതൊരു കുഴപ്പമില്ല. കോട്ടയത്ത് നിന്ന് ജോസഫ് തെക്കേമുറി സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് ലെറ്ററുകളിലൂടെ ദൈവജനത്തിന് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ലഭിച്ച രോഗസൗഖ്യങ്ങളും സാമ്പത്തിക വിടുതലും ആത്മീയ വിടുതലും മദ്യപാനം വിട്ടുപോയതും കുട്ടികളെ ലഭിച്ചതും 100 സാക്ഷ്യങ്ങൾ ദൈവജനം എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിടുതലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേകമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുർബോധങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്ന അനുഭവമുണ്ട്. ഇപ്പോൾ 2 കരങ്ങൾ ഉയർത്തി, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് 2 കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അഭിഷേകത്തെ വർഷിക്കണമേ കർത്താവേ. തളർന്നിരിക്കുന്നവർ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. തലമുറകളായി ബന്ധനത്തിലിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി ഇടിമിന്നൽ പോലെ ഇറങ്ങി വരട്ടെ കർത്താവേ. ഒരുപാട് കാലങ്ങളായി ദുഃഖത്തിൻ്റെ കെട്ടുകളിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 10-44 തിരുലിഖിതം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ഈ വചനങ്ങൾ കേൾക്കുന്നവർ, ഈ ആത്മീയ ദൂത് ശ്രവിക്കുന്നവർ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കട്ടെ, ആത്മാവിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ, ആത്മാവിൻ്റെ സ്പർശനങ്ങൾ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ. വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് വിശ്വസിക്കാൻ വരം ലഭിക്കട്ടെ. വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വചനം കേൾക്കാൻ തക്കവിധം അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രോഗികളുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. അന്ധകാരത്താൽ ആവൃതമായിരിക്കുന്നവരുടെ മേൽ അന്ധകാരം വിട്ടുമാറി അത്ഭുത പ്രകാശം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, മദ്യപാനം, ചീട്ടുകളി, തിന്മയുടെ അടിമത്തങ്ങൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ ഇവയാൽ സാത്താൻ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ദൈവമക്കളെ യേശുവിന്റെ നാമത്തിൽ കെട്ടുകഴിച്ചു വിട്ട് ഇപ്പോൾ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഈ നിമിഷങ്ങൾ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ, സ്ഥാപനങ്ങൾ ഉണരട്ടെ, വ്യക്തികൾ ഉണരട്ടെ. ദൈവരാജ്യാനുഭവത്തിലേക്ക് സകല ഹൃദയങ്ങളും ഇപ്പോൾ ഉണർന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഈ അടുത്ത കാലത്ത് അച്ഛൻ കണ്ടുമുട്ടിയ നിരവധി വ്യക്തികൾ അച്ഛനുമായി സംസാരിച്ചപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് അവർ പങ്കുവെച്ച ഒരു വലിയ കാര്യമാണ് അവരുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന വൈദിക വിരോധം. അവർ പറയുകയാണ്, എന്താണെന്ന് അറിയാൻ പാടില്ല, അറിയാതൊരു വെറുപ്പ് വൈദികരോട് തോന്നുകയാണ്, അറിയാതൊരു ദേഷ്യം, അറിയാതൊരു അകൽച്ച വൈദികരോട് തോന്നുകയാണ്. ഒരു വൈദിക വിരോധം എൻ്റെ ഉള്ളിൽ പടരുകയാണ്. പല വ്യക്തികളും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമം പങ്കുവച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദുഷ്ടാത്മാവ് അനേകം വിശ്വാസികളുടെ ഹൃദയങ്ങളിലും അനേക ജാതികളുടെ ഹൃദയങ്ങളിലും വിതയ്ക്കുന്ന ഒരു കളയാണ് വൈദിക വിരോധം എന്നുള്ള ഈ പ്രതിഭാസം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു വിഷയം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവം പൗരോഹിത്യത്തെ കാണുന്നത് എന്നതിനെക്കുറിച്ച് അച്ഛന് ലഭിച്ച ചില പ്രേരണകളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഉന്നതമായ വെളിപ്പെടുത്തൽ ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതത്തിലുണ്ട്. അഹറോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ, ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം വിളിച്ച്, ദൈവം വേർതിരിച്ച്, ദൈവം അഭിഷേകം ചെയ്ത്, ദൈവം നടത്തുമ്പോഴാണ് പൗരോഹിത്യത്തിൻ്റെ അഭിഷേകമുള്ള ഒരു പുരോഹിതൻ ഈ ലോകത്തിൽ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ നേതൃത്വം ദൈവത്തിൻ്റെ ഇടപെടലിലാണ് അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരോഹിതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പും ലജ്ജയും അപകർഷതയും ദേഷ്യവും ഒക്കെ തോന്നുന്ന ഒത്തിരി ആളുകൾ ലോകത്തിലുള്ളതായി അച്ഛൻ്റെ കഴിഞ്ഞകാല 14 വർഷത്തെ ജീവിതത്തിൽ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പുരോഹിതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ലജ്ജിക്കുന്ന ആളുകൾ ഈ ലോകത്തിൽ അച്ഛൻ കണ്ടിട്ടുണ്ട്. പുരോഹിതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കലി തുള്ളുന്ന ആളുകളെ അച്ഛൻ ഈ ലോകത്തിൽ കണ്ടിട്ടുണ്ട്. പുരോഹിതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് വരുന്ന ആളുകളെ അച്ഛൻ ഈ ലോകത്ത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരെല്ലാം വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യം ഇതാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളെ കലിയോടും വെറുപ്പോടും കൂടെ ആ പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്ന അരൂപികളാണ് ഇങ്ങനെയുള്ള ദൈവമക്കളുടെ മനസ്സുകളിൽ വൈദിക വിരോധത്തിന് രൂപം കൊടുക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഒരു പുരോഹിതനെ ദൈവം കാണുന്നത്? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അത്ര മോശമായ ഒരു പദമാണോ? അത്ര മോശമായ ഒരു ജീവിത രീതിയാണോ? അത്ര മോശമായ ഒരു പ്രതിഭാസമാണോ? ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവം പരിശുദ്ധാത്മാവിൽ നൽകിയ ചില ബോധ്യങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ തുടർന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ പുരോഹിതനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട്. യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ തിരഞ്ഞെടുപ്പ് പൗരോഹിത്യത്തിലേക്കുള്ള പൗരോഹിത്യ ജീവിതത്തിൻ്റെ പുറകിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ കുറവുള്ളവരായിരിക്കും, ഒരുപക്ഷെ കുറ്റങ്ങളുള്ളവരായിരിക്കും, ഒരുപക്ഷെ പലതരത്തിലുള്ള പരാജയങ്ങളുള്ളവരായിരിക്കും, ഒരുപക്ഷെ പലതരത്തിലുള്ള വീഴ്ചകളുള്ളവരായിരിക്കും. ഈശോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഈശോ പറയണത് ഇങ്ങനെയാണ്: ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. യേശു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുന്ന ഒരു വചനമാണ് യോഹന്നാൻ 13:18. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. വീണ്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പുരോഹിതനെ കുറിച്ചൊരു വെളിപ്പെടുത്തൽ ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട്. പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവൻ്റെ അടുക്കൽ പോകണം, എന്തെന്നാൽ അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹീ ഈസ് ദ മെസഞ്ചർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ദൂതനാണ് ദൈവത്തിൻ്റെ പുരോഹിതൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതനാണ് മെസഞ്ചർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ദൂതനാണ്.
ദൂതന് സ്വയമേവ ഒന്നും പറയാനില്ല, ദൂതന് സ്വയമേവ അഡ്രസ് ഇല്ല, ദൂതന് സ്വയമേവ സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് ദൂതൻ. വരുന്നത് അയക്കപ്പെട്ടവൻ്റെ നാമത്തിലാണ്, വരുന്നത് അയക്കപ്പെട്ടവൻ്റെ അഡ്രസ്സിലാണ്, പറയണത് അയക്കപ്പെട്ടവൻ്റെ ദൂതാണ്, മടങ്ങിപ്പോകുന്നത് അയക്കപ്പെട്ടവൻ്റെ അടുക്കലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് മറ്റൊരു ഉന്നത ശക്തിയാൽ അയക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്താൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്, സൈന്യങ്ങളുടെ കർത്താവാണ് പുരോഹിതനെ അയച്ചിരിക്കുന്നത്. ആ പുരോഹിതൻ്റെ പിന്നിൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുരോഹിതനോട് ചെയ്യുന്ന എല്ലാ ബഹുമാനങ്ങളും, ആ പുരോഹിതന് കൊടുക്കുന്ന എല്ലാ സ്നേഹ ബഹുമാനങ്ങളും സ്നേഹ ആദരവുകളും സൈന്യങ്ങളുടെ കർത്താവിന് കൊടുക്കുന്നതിന് തുല്യമാണ്. ആ പുരോഹിതനോട് കാണിക്കുന്ന അവഗണന, ആ പുരോഹിതനോട് കാണിക്കുന്ന താല്പര്യമില്ലായ്മ ആരയച്ചുവോ അദ്ദേഹത്തോട് കാണിക്കുന്നതിന് തുല്യം എത്രേ. ഇതിനെക്കുറിച്ച് യേശുക്രിസ്തു എന്താണ് പഠിപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതത്തിൽ യേശു അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മെസഞ്ചറാണ് ഒരു പുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. ഒരു അപ്പോസ്തലൻ. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയെ സ്വീകരിക്കുന്നവൻ യേശുവിനെ ആ വ്യക്തിയുടെ വാക്ക് കേൾക്കുന്നവൻ യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നു. ആ വ്യക്തിയെ സ്നേഹിക്കുന്നവൻ യേശുവിനെ സ്നേഹിക്കുന്നു. അതുപോലെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, രണ്ടുപേരും ഒന്നാണെന്നൊരു പ്രബോധനമാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 13:20 ലോകത്തിന് നൽകുന്നത്. യേശു അയച്ച യേശുവിൻ്റെ പുരോഹിതനും രണ്ടല്ല ഒന്നത്രേ. ഹല്ലേലൂയ. വീണ്ടും മറ്റൊരു പുസ്തകത്തിൽ, ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ആളെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതം, ഹഗ്ഗായി 2:23. അന്ന് ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരം പോലെയാക്കും, എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരം പോലെയാക്കും. എന്താ ഈ മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ മുദ്രമോതിരം ധരിക്കുന്നത്? രാജാക്കന്മാർ വളരെ ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മോതിരമാണ് മുദ്രമോതിരം. ഇത് കളിക്കാൻ പോകുമ്പോഴോ, കുളിക്കാൻ പോകുമ്പോഴോ, വിനോദത്തിന് പോകുമ്പോഴോ, വേട്ടയാടാൻ പോകുമ്പോഴോ ഇടുന്ന മോതിരം അല്ല മുദ്രമോതിരം. രാജാക്കന്മാരുമായി സന്ധികൾ ഉണ്ടാക്കുമ്പോൾ, വലിയ വലിയ ഉടമ്പടികളിൽ ഒപ്പുവെക്കുമ്പോൾ രാജാവ് ഔദ്യോഗികമായി ധരിച്ച് ഉപയോഗിക്കുന്ന മോതിരമാണ് മുദ്രമോതിരം. അത് സെക്രട്ടറിക്ക് അടുത്ത് ഉപയോഗിക്കാൻ അധികാരമില്ല, അത് കാണുന്നവർക്കടുത്ത് കളിക്കാൻ അധികാരമില്ല. അത് രാജാവ് നേരിട്ട് ഉപയോഗിക്കുന്ന മോതിരം എത്രേ? മുദ്രമോതിരം. ദൈവം ഈ ഒരു വലിയ സംഗതി എടുത്തിട്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനെ എൻ്റെ കയ്യിലെ മുദ്രമോതിരം പോലെയാക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒരു തമാശക്കളിയുടെ ജീവിതമല്ല. ഇത് ദൈവസന്നിധി അത്യന്തം ഗൗരവമുള്ളതും അത്യന്തം ഉത്തരവാദിത്തമേറിയതുമായ ഒരു ജീവിതമാണ് ഒരു പുരോഹിതൻ്റെ ജീവിതം. ആ പുരോഹിതൻ്റെ ജീവിതത്തിന് രാജാവ് തൻ്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന മുദ്രമോതിരത്തിൽ എന്ന പോലെ ദൈവം ആ ജീവിതത്തെ അത്രമാത്രം വിലമതിക്കുന്നുണ്ട് എന്ന് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ജെറമിയ 51-ാം അധ്യായം 20-21 വാക്യങ്ങൾ: നീ എൻ്റെ കയ്യിലെ കൂടമാണ്, എൻ്റെ കയ്യിലെ ആയുധം. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ എളിയ ദാസനെ കുറിച്ച് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ദൈവം എങ്ങനെയാണ് ദൈവം തെരഞ്ഞെടുത്ത ഒരാളെ കാണുന്നതെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമാണ് ജെറമിയ 51-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നീ എൻ്റെ കയ്യിലെ കൂടമാണ്, എൻ്റെ കയ്യിലെ ആയുധം. ദൈവത്തിൻ്റെ ദൗത്യം നടപ്പാക്കാൻ ദൈവം തൻ്റെ വചനം അയക്കുന്നത് പോലെ ദൈവം ഈ ലോകത്തിൽ ഉപയോഗിക്കുന്ന ജീവിതമാണ് ഒരു പുരോഹിതൻ്റെ ജീവിതം, ദൈവം തെരഞ്ഞെടുത്ത ഒരുവൻ്റെ ജീവിതം. ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം. യേശുവേ, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, നീ എൻ്റെ ദാസനാണ്. എന്താ ദാസൻ്റെ പ്രത്യേകത? ആ ദാസന് സ്വന്തമായിട്ടൊന്നുമില്ല. ആ യജമാനൻ്റെ അഡ്രസ്സിലാണ് ആ ദാസൻ പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ അഡ്രസ്സിലുമാണ് എൻ്റെ ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കും. അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും എൻ്റെ ദൂതന്മാരുടെ ഉപദേശം നിവർത്തിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസന്മാരുടെ വാക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തെ നടപ്പാക്കുന്നത് ഈ ലോകത്തിലെ പോലീസോ ഈ ലോകത്തിലെ പട്ടാളമോ ഈ ലോകത്തിലെ ഫോഴ്സോ അല്ല. യെശയ്യാ 44:26 പഠിപ്പിക്കുന്നു, എൻ്റെ ദാസൻ്റെ വാക്കുകൾ ഞാൻ നടപ്പാക്കുകയും എൻ്റെ ദൂതന്മാരുടെ ഉപദേശത്തെ ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അത്രയും ഉന്നത സ്ഥാനത്താണ് ദൈവം തെരഞ്ഞെടുത്ത ഒരു ജീവിതത്തെ ദൈവം കാണുന്നത്. ദൈവം തെരഞ്ഞെടുത്ത ജീവിതത്തെ കാണുന്നത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളണം. ഒരു പുരോഹിതനുള്ള സഭാംഗങ്ങൾ അഭിമാനം കൊള്ളണം. പുരോഹിതനുള്ള ബന്ധമുള്ളവർ അഭിമാനം കൊള്ളണം. പുരോഹിതനെ ബഹുമാനിച്ചവർ അഭിമാനം കൊള്ളണം. കാരണം ദൈവികമായ വലിയൊരു നിയോഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം തൻ്റെ കൃപ പിൻവലിച്ച് ദൈവം നാശത്തിന് ദൈവം തിന്മകൾക്കും വിട്ടുകൊടുക്കുന്ന ചില ദേശങ്ങളും ചില വ്യക്തികളും ചില കുടുംബങ്ങളും ചില വംശങ്ങളും ഉണ്ട്. അതിന് ഒരു ലക്ഷണമുണ്ടാവും. ജെറൂസലേമിൽ നിന്ന് ദൈവം തൻ്റെ കാരുണ്യം പിൻവലിച്ച് ജെറൂസലേമിനെ നാശക്കൂമ്പാരമായി ചാരക്കൂനയായി വിട്ടുകൊടുക്കാൻ ദൈവം തിരുവുള്ളമായി. അപ്പോൾ ആ ദേശത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു തിന്മ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ അവിടെ പുരോഹിതന്മാർക്ക് ബഹുമാനമോ ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയോ ലഭിച്ചില്ല. വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം തിരുലിഖിതം എന്ന് പറഞ്ഞാൽ ജെറൂസലം ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമായിരുന്നു. ആ ജെറൂസലം നാശത്തിന് വിട്ടുകൊടുക്കപ്പെട്ടു. ആ ജെറൂസലം തകർന്ന് തരിപ്പണമാൻ ചാരക്കൂനയാകാൻ ദൈവം വിട്ടുകൊടുത്തൊരു കാലമുണ്ട്. അങ്ങനെ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ജെറൂസലേമിൽ അരങ്ങേറിയ ഒരു പാപമായിരുന്നു. അവിടെ പുരോഹിതന്മാർക്ക് ബഹുമാനമോ ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയോ ലഭിച്ചില്ല. നിങ്ങളുടെ കുടുംബത്തിലെ ഇന്ന് അന്തരീക്ഷം എന്താണ്? നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ അന്തരീക്ഷം എന്താണ്? ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനെ സ്വീകരിക്കാനോ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനെ വിലമതിക്കാനോ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനെ മനസ്സിലാക്കാനോ പറ്റിയൊരു മാനസിക അന്തരീക്ഷമോ ആത്മീയ അന്തരീക്ഷമോ ഇന്ന് നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? ഇന്ന് നിങ്ങളുടെ വംശത്തിലുണ്ടോ? ഇന്ന് നിങ്ങളുടെ സഭയിലുണ്ടോ? ഇന്ന് നിങ്ങളുടെ സമൂഹത്തിലുണ്ടോ? തിരിച്ചറിയണം മക്കളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദിക വിരോധം ആർക്കും ഭൂഷണമല്ല. വൈദിക വിരോധം കൊണ്ട് ഒരു സ്ഥലത്ത് സഭ വളരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഓ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ഇപ്പോൾ ഈ വചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെയും ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും എല്ലാ വ്യക്തികളിൽ നിന്നും എല്ലാ വംശങ്ങളിൽ നിന്നും കാലാകാലങ്ങളായി കടന്നുകൂടിയിട്ടുള്ള എല്ലാ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളുടെയും ഫലമായി വന്നുകൂടിയിട്ടുള്ള എല്ലാ വൈദിക വിരോധത്തിൻ്റെ ആത്മാക്കളെ നിർവീര്യമാക്കണമേ കർത്താവേ. സഭയോടും സഭാ ശുശ്രൂഷകളോടും സഭയിലെ ശുശ്രൂഷകരോടും വൈദികരോടും പൗരോഹിത്യത്തോടുമുള്ള സ്നേഹവും ബഹുമാനവും എല്ലാ ഹൃദയങ്ങളിലും അങ്കുരിക്കട്ടെ. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. പൗരോഹിത്യത്തിൻ്റെ ആത്മാവെ ഇപ്പോൾ വ്യാപരിക്കണമേ. വൈദിക വിരോധത്തിൻ്റെ എല്ലാ ആത്മാക്കളും എല്ലാ ചിന്തകളും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കഴിഞ്ഞ കാലങ്ങളിൽ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ക്ഷതങ്ങളും മുറിവുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ കർത്താവെ, സഭയെ സ്നേഹിക്കുന്ന കർത്താവെ, സഭയെ ഉണർത്തുന്ന കർത്താവെ, വൈദികരെ ഉണർത്തുന്ന കർത്താവെ, വൈദികരെ അയക്കുന്ന കർത്താവെ, വൈദികരെ തിരഞ്ഞെടുക്കുന്ന കർത്താവെ, ഈ വചനങ്ങളും പ്രാർത്ഥനകളും കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വൈദിക വിരോധത്തിൻ്റെ എല്ലാ അരൂപികളും നിർവീര്യമാകട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവസ്നേഹത്തിൻ്റെയും ദൈവാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ. കാരുണ്യരൂപനായ യേശുവേ, ഈ നിമിഷങ്ങളിൽ തിരുസന്നിധാനത്തെങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അത്ഭുത രക്ഷയുടെ പടത്തൊപ്പി അണിയിക്കണമേ കർത്താവേ. ഓരോ രോഗികളെയും സൗഖ്യത്തിൻ്റെ തൈലം കൊണ്ട് അവിടുന്ന് പൂശണമേ കർത്താവേ.
ഓരോ തളർന്ന മനസ്സുകളെയും അവിടുന്ന് ആനന്ദത്തിൻ്റെ മേലങ്കി പുതപ്പിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും അവരവരുടെ വേദനകൾ സമർപ്പിച്ച് യേശുവിനെ ഉറക്കെ വിളിക്കട്ടെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. കർത്താവെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. യേശുവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, ലോകത്തിലെ ലക്ഷോപലക്ഷം ദൈവമക്കളുടെ മേൽ ഇത് കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ തിരുസന്നിധാനത്തിങ്കിൽ കരങ്ങൾ ഉയർത്തി നിലവിളിക്കുന്ന ലക്ഷോപലക്ഷം മക്കളുടെ മേൽ അത്ഭുത സൗഖ്യം നിറയട്ടെ, അത്ഭുത അഭിഷേകം നിറയട്ടെ, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ, അത്ഭുത വിടുതലുണ്ടാകട്ടെ, അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ, കടബാധ്യതകളുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. മന്ത്രവാദം, കൂടോത്തരം, ക്ഷുദ്രവിദ്യ, ആഭിചാര പ്രവർത്തനങ്ങൾ ഇവയുടെ എല്ലാ ആധിപത്യ ശക്തികളെയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ചു കെട്ടി ആട്ടിപ്പായിക്കുന്നു വിട്ടുപോകട്ടെ. യേശുവിന്റെ ആരാധന, അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ കർത്താവെ. മനം തകർന്നിരിക്കുന്നവർക്ക് പുതുശക്തി ലഭിക്കട്ടെ കർത്താവെ. നിരാശകൾ വിട്ടുപോകട്ടെ, ആത്മഹത്യ ചിന്തകൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ലാലി. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾക്കൊരു ജോലി ലഭിക്കാൻ വേണ്ടി ജനുവരി മാസത്തിൽ 3-ാമത്തെ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ സെക്യൂനിൽ വന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ ഈശോയെ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മോളുടെ കാര്യത്തിലും നീ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ച മാത്രയിൽ ഫെബ്രുവരി 6-ാം തീയതി എൻ്റെ മോളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും സൗദിയിൽ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു മിലിറ്ററി ഹോസ്പിറ്റലിൽ 54,000 രൂപ ശമ്പളത്തിൽ എൻ്റെ മോൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ജനുവരിയിൽ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അല്ലേ? ജനുവരി ആദ്യ വെള്ളിയാഴ്ച, ഫെബ്രുവരി തന്നെ ജോലി കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ മാസം കഴിഞ്ഞപ്പോഴേക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പിന്നെ ഇവിടേക്ക് വരാൻ ഇന്ന് എനിക്ക് വയ്യായിരുന്നു. 2.5 മാസത്തോളമായി നടക്കാൻ വയ്യാതെ മുട്ടിൻ്റെ എല്ല് തേഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോലും പോകാതിരിക്കുകയായിരുന്നു. മിനിങ്ങാന്ന് വീണ്ടും ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ, എൻ്റെ കാൽമുട്ടിൻ്റെ വേദനയിൽ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ 3 നേരം ഗുളിക കഴിച്ചിട്ട് ആ ഓയിൽമെൻറ്റ് വരട്ടിയിട്ടില്ല. ഞാനിവിടെ ഒന്ന് കൂടുതൽ സമയം നിൽക്കുകയും ഇവിടെയൊക്കെ എത്തി നടക്കാനുള്ളത് കൃപ ദൈവം എനിക്ക് തന്നു. ഇവിടെ ഇരിക്കും നിൽക്കുകയല്ല, ഇവിടെ തുള്ളിച്ചാട്ടോ ഓട്ടോ മറിച്ചിട്ടോ എല്ലാം നടന്നത്, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മാത്രം. ദൈവം